അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? ഒരുപാട് ദിവസമായില്ലേ മിസ്സ് വിശേഷങ്ങളൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുന്നു എന്ന് മിസ്സ് വിചാരിക്കുന്നു. പിന്നെ ഇന്ന് മിസ്സ് നിങ്ങൾക്ക് ഒരു പുതിയ യൂണിറ്റായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ 4ാമത്തെ യൂണിറ്റിൻ്റെ ഫസ്റ്റ് ലെസനാണ് മിസ്സ് നിങ്ങൾക്ക് ഈ ആഴ്ചയിൽ നിങ്ങളുടെ ക്ലാസ്. അൽ വഹദത്തു റാബിയ, 4th ലെസൺ. ആ ലെസൻ്റെ പേര് അസ്റാറു സിഹ. എന്താണ്? അസ്റാറു സിഹ. അസ്റാർ എന്ന് വെച്ചാൽ സീക്രറ്റ്, രഹസ്യങ്ങൾ. എന്തിന് രഹസ്യം? സിഹത്ത്, ആരോഗ്യം, ആരോഗ്യത്തിൻ്റെ രഹസ്യങ്ങൾ. അതാണ് നമ്മുടെ യൂണിറ്റിൻ്റെ പേര്. ഈ യൂണിറ്റിൽ നമുക്ക് 4 ലെസൺസാണുള്ളത്. മാ അത്വാലല്ലൈൽ ഫസ്റ്റ് ലെസൺ, സെക്കൻഡ് ലെസൺ മുസ്തഷ്ഫ ഫിൽ ഹിർഷി, തേർഡ് ലെസൺ സലാസത്തു അസ്ദിഖ, 4th ലെസൺ അന്നല്ലാഫ. ഇങ്ങനെ 4 ലെസൺസാണ് നമുക്ക് ഈ 4ാമത്തെ യൂണിറ്റിൽ ഉള്ളത്. ഇനി മിസ് നിങ്ങൾക്ക് ഒരു പിക്ചർ കാണിച്ചു തരികയാണ്. കണ്ടോ നിങ്ങൾ ആ പിക്ചർ? മാദാ ഫി യദിൽ ബഗൂല. അപ്പോൾ ആരാണ് ബഗൂല? ബഗൂലത്ത് മീൻസ് കൊതുക്, നമ്മുടെ മൊസ്കിറ്റോ. നമ്മുടെ മൊസ്കിറ്റോയുടെ കയ്യിൽ എന്താണുള്ളത്? മാദാ ഫി യദിൽ ബഗൂല. ബഗൂലയുടെ കയ്യിൽ എന്താണുള്ളത്? ലിമാദാ യഫിറുൽ അർനബു. നമ്മുടെ റാബിറ്റ്, നമ്മുടെ അർനബ് എന്തിനാണ് പേടിച്ചിട്ട് ഓടിപ്പോകുന്നത്? ഫറയഫിർ എന്ന് വെച്ചാൽ വരണ്ടോടുക, പേടിച്ചിട്ടോടുക. എന്താണ് നമ്മുടെ അർനബ് പേടിച്ചിട്ട് ഓടാൻ കാരണം? എന്ത്? മിൻ ഐന തജ്മഉൽ ബഗൂലത്തു അദ്ദമ. നമ്മുടെ ബഗൂലത്തിന് ഈ ബ്ലഡ് എവിടെ നിന്നാണ് ശേഖരിച്ചത്? എവിടെ നിന്നാണ് കിട്ടിയത്? എവിടെ നിന്നാണ് കളക്ട് ചെയ്തത് ഈ ബ്ലഡ്? ഈ 3 ക്വസ്റ്റ്യൻസാണ് നമ്മുടെ ഈ പേജിൽ തന്നിരിക്കുന്നത്. അപ്പോൾ മക്കൾ എന്ത് ചെയ്യണം? ഈ പിക്ചർ നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യണം. മാദാ ഫി യദിൽ ബഗൂല. നമ്മുടെ ബഗൂലത്തിൻ്റെ കയ്യിൽ, നമ്മുടെ കൊതുകിൻ്റെ കയ്യിൽ എന്താണുള്ളത്? നമ്മുടെ കൊതുകിൻ്റെ കയ്യിൽ ഒരു ഹൊക്കിനത്തുണ്ട് അല്ലേ? ഒരു സിറിഞ്ച് ഉണ്ട്. ഈ സിറിഞ്ചിൽ കുറച്ച് ബ്ലഡ് ഉണ്ട് അല്ലേ? അപ്പോൾ ഈ ബ്ലഡ് ഉള്ള സിറിഞ്ചുമായിട്ടാണ് നമ്മുടെ അർണബിൻ്റെ പിന്നിൽ നമ്മൾ കൊതുക് ഇങ്ങനെ പാഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഇത് കണ്ട അർണബ് എന്ത് ചെയ്യാണ്? ഓടി രക്ഷപ്പെടുകയാണ്. ഇവിടെ നമ്മുടെ കൊതുകിനെ ഇവിടെ മെൻഷൻ ചെയ്യാൻ എന്താണ് കാരണം? എന്താ കാരണം എന്നറിയാം നിങ്ങൾക്ക്? കാരണം നമ്മുടെ അസുഖങ്ങൾ പരത്താൻ ഉള്ള ഒരു കാരണക്കാരനാണ് നമ്മുടെ കൊതുക്. കൊതുക് വേഗം അസുഖങ്ങൾ, നമ്മൾക്കുള്ള അസുഖങ്ങൾ വേറെ ഒരാൾക്ക് സ്പ്രെഡാക്കുന്ന ഒരാളാണ്. എങ്ങനെയാണ് കൊതുക് അസുഖങ്ങൾ പരത്തുന്നത്? കൊതുക് നമ്മുടെ ശരീരത്തിൽ വന്നിരുന്ന് നമ്മളെ ബ്ലഡ് വലിച്ചെടുക്കും. അതെങ്ങനെ? അതിൻ്റെ 2 കൊമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഈ കൊമ്പ് നമ്മുടെ ശരീരത്തിൽ ഞങ്ങൾ ശ്രദ്ധിച്ച് നോക്കി നോക്കൂട്ടാ. നമ്മുടെ കൈമലോ കാലുമലോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് വന്നിരുന്നിട്ട് നമുക്ക് ഇങ്ങനെ കടി വരും, നമുക്ക് ചൊറിച്ചിലുണ്ടാവില്ലേ? വന്നിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു അരിക്കിന പോലെ അല്ലെങ്കിൽ ഇങ്ങനെ എന്താ പറയുക, ഒരു അസ്വസ്ഥതയാണ്. അപ്പോൾ ഇത് കൊതുക് എന്ത് ചെയ്യാണ്? ഇതുപോലെ ഒരു അസുഖക്കാരൻ്റെ മേലിതുപോലെ വന്നിരുന്ന് ആളുടെ ബ്ലഡ് വലിച്ചെടുത്ത് വേറെ ഒരു ഡിസീസ് ഇല്ലാത്ത, ഒരു അസുഖമില്ലാത്ത ഒരാളുടെ മേൽ വന്നിരുന്ന് കഴിഞ്ഞാൽ ആ ബ്ലഡ് അയാളിലോട്ട് സ്പ്രെഡ് ആവുകയാണ്. അങ്ങനെ ഈ കൊതുക് എന്ത് ചെയ്യാണ്? അസുഖമുള്ള ഒരാളുടെ ബ്ലഡ് വലിച്ചെടുത്ത് വേറൊരാളുടെ ശരീരത്തിൽ വന്നിരുന്നാൽ ആ അസുഖം എന്ത് ചെയ്യാണ്? അടുത്ത ആൾക്കും പകരും. അങ്ങനെ അസുഖങ്ങൾ സ്പ്രെഡ് ചെയ്യുന്ന ഒരു ആളാണ് നമ്മൾ കൊതുക്. അപ്പോൾ അതുകൊണ്ടാണ് കൊതുകിന് നമ്മൾ എന്ത് ചെയ്യാണ് ഇവിടെ മെൻഷൻ ചെയ്യാൻ കാരണം. അല്ലാതെ കൊതുകിന് സിറിഞ്ചായിട്ട് നടക്കണമെന്നല്ല കേട്ടോ. നമ്മുടെ മേൽ വന്നിരുന്ന് കഴിഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, കൊതുകൊക്കെ നമ്മൾ കൈമലോ കാലുമലോ ഒരു കുറച്ച് നേരം ഇരുന്നാൽ മതി. നമ്മൾ ഇരുന്നപ്പം നമ്മളതിനെ ടച്ച് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് പറന്നു പോകും. അതെല്ലാം ഒരു കുറച്ച് നേരം അത് വന്നിരുന്ന് നമ്മുടെ
അതിന് ബ്ലഡ് അധികം വലിച്ചെടുത്ത് കഴിഞ്ഞാലുണ്ടല്ലോ അതിന് മൂവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പോൾ നമ്മളൊന്ന് അതിനെ അടിച്ചു നോക്കിയേ, അപ്പോൾ കാണാം നമ്മുടെ കൈമേൽ ബ്ലഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ എന്താണ്, കൊതുകായിരുന്നിട്ട് നമ്മുടെ ബ്ലഡ് വലിച്ചെടുക്കുകയാണ്. അപ്പോൾ ഒരു അസുഖമുള്ള ഒരാളുടെ ശരീരത്തിൽ വന്നിരുന്നിട്ട് അസുഖമില്ലാത്ത ഒരാളുടെ ശരീരത്തിലോട്ട് ആ കൊതുക് വീണ്ടും ചെന്നിരുന്നാൽ ആ ഡിസീസ് ഉള്ള ആളുടെ ആ ഡിസീസ് എന്ത് ചെയ്യും, ഇല്ലാത്ത ഒരാൾക്ക് വരും. അപ്പോൾ ഈ മഴക്കാലമായി കഴിഞ്ഞാലൊക്കെ നമ്മൾക്ക് ഇങ്ങനെ കുറേ അഡ്വൈസൊക്കെ കിട്ടാറുണ്ട്. നിങ്ങളെന്ത് വെള്ളം കെട്ടി കിടക്കുന്ന കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആ വെള്ളത്തെ നിങ്ങൾ ഒഴിവാക്കണം. ചിരട്ടകളിലൊക്കെ വെള്ളം നിൽക്കണ കണ്ടാൽ ആ വെള്ളം കളയണം. കാരണം ഈ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലാണ് നമ്മുടെ കൊതുകുകളൊക്കെ എന്ത് ചെയ്യുന്നത്, മുട്ടയിട്ട് പെരുകുന്നത്. അപ്പോൾ അസുഖങ്ങൾ പരത്തുന്ന ഒരാളാണ് ആര്, നമ്മുടെ കൊതുക്. അതുകൊണ്ടാണ് ഇവിടെ കൊതുകിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, മെൻഷൻ ചെയ്തത് കേട്ടോ. ഇനി ലിമാദ യഫിറുൽ അർനബു, നമ്മുടെ റാബിറ്റ് എന്തിനാണ് ഓടിയത്? ഈ ബ്ലഡ് നമ്മുടെ ശരീരത്തിലായിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യും, ആ അമ്രാള്, ആ അസുഖം, ആ മറല്, ആ രോഗം നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് ബാധിക്കും. അപ്പോൾ അത് പേടിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ റാബിറ്റ് എന്ത് ചെയ്യുന്നത്, ഓടുന്നത്. പിന്നെ അതിനെ തജുമൗൽ ബൗലത്തു അദ്ദമ, നമ്മുടെ കൊതുക് ഈ ബ്ലഡ് എങ്ങനെയാണ് ശേഖരിക്കുന്നത്? മിസ് പറഞ്ഞു അല്ലേ, ഒരാളുടെ ശരീരത്തിൽ വന്നിരുന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, അതിൻ്റെ കൊമ്പ് വെച്ചിട്ട് അല്ലേ, കൊമ്പോ കാലോ അല്ലേ വെച്ചിട്ടാണ് നമ്മളെ ശരീരത്തിലെ ബ്ലഡ് എന്ത് ചെയ്യുന്നത്, അത് വലിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ കൊതുകാണ് രോഗം പരത്തുന്നതിൽ ഒരാൾ. വേറെയും ഉണ്ട് വൈറസ്. ഇപ്പോൾ നമ്മൾ കൊറോണയുടെ പറഞ്ഞു അല്ലേ, കൊറോണ ഒരു വൈറസാണ്. ഈ വൈറസ് ഇതുപോലെ ഈ നമ്മൾ വായുവിലൂടെയും അതുപോലെ ഇപ്പോൾ കൊറോണ നമുക്ക് ടച്ചിങ്ങിലൂടെ പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സ്പ്രെഡ് ആവുന്നുണ്ട്. അപ്പോൾ ആദ്യമൊക്കെ ഈ നമ്മൾ കൊതുകിനെയാണ് നമ്മൾ പേടിച്ചിരുന്നത് അല്ലേ. മഴക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലൊക്കെ നമ്മൾ കൊതുക് തിരിയും കൊതുകിൻ്റെ തുരത്തി ഓടിക്കാനുള്ള എല്ലാ വിദ്യകളും നമ്മൾ പ്രയോഗിച്ചിരുന്നു അല്ലേ. ഇപ്പോൾ മഴക്കാലം അല്ല, ഏത് കാലമായാലും എന്തുണ്ട്, കൊതുകിൻ്റെ ശല്യം നമുക്കുണ്ട്. അപ്പോൾ നമ്മൾ പരമാവധി നമ്മൾ എന്ത് ചെയ്യണം, കൊതുക് വരാത്ത രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, വീട് നമ്മൾ കിടക്കുന്ന സ്ഥലമൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. കൊതുകുണ്ടെങ്കിൽ കൊതുകിനെ മാറ്റാവുന്ന എന്തെങ്കിലും പൊടിക്കൈകളൊക്കെ പ്രയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുക, അസുഖത്തിൽ നിന്നും നമുക്ക് രക്ഷ നേടാം. ഇനി മിസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാണ്, നമ്മുടെ ഈ യൂണിറ്റിലെ ഫസ്റ്റ് ലെസൺ മിസ് സ്റ്റാർട്ട് ചെയ്യണം. മാ അച്വലൽ ലെയിൽ. എന്താ ലെസൻ്റെ ഹെഡിങ്? മാ അച്വലൽ ലെയിൽ. അപ്പോൾ ആദ്യം മിസ് ഈ ലെസൺ ഒന്ന് വായിച്ചു തരാം. ഇത് നല്ലൊരു കുഞ്ഞ് സ്റ്റോറിയാണ്, ഒരു രാത്രിയിൽ നടക്കുന്ന ഒരു കഥയാണ്. അപ്പോൾ എല്ലാവരും സ്റ്റോറി എന്ത് ചെയ്യുക, ശ്രദ്ധിച്ച് കേൾക്കുക. ഖദിമൽ ലൈലു വന്തശറൽ ലലാം വമാ സാലൽ മത്വറു യൻസിലു വഷ്തദ്ദൽ ബർദു ഫആവത്തിൽ ഉമ്മു അഫ്റഹഹ തഹത്തൽ ജിനാഹി ബഅദ ഖലീലിൻ വരികത്തിൽ അഫ്റാഹു ഫിന്നൗമി ഗറദത് ത്വയ്റു മിൻ ബഈദ് മലാ മുൻതസഫുൽ ലൈലി ഫജ്അതൻ സമിഅത്തിൽ ഉമ്മു ബുഖാഅൻ فنظرت حول الخم فرأت فرخا يبكي وحيدا أسرعت الأم إلى الفرخ وضمته إليها حر شديد يا ربي ماذا أصاب ابني وفي قلبها الخوف والحزن أنا تعبان يا ماما لا بأس طهور إن شاء الله بكرة نروح إلى الطبيب وما زالت الأم تنتظر طلوع الفجر ما أطول هذا الليل. മിസ് വായിച്ചത് എല്ലാവരും കേട്ടില്ലേ? അപ്പം നമുക്കതിൻ്റെ അർത്ഥം നോക്കിയാലോ? അതിന് മുമ്പ് മിസ് നിങ്ങളുടെ അടുത്തൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉമ്മയുടെ മൈൻഡ് എന്തായിരിക്കും? നിങ്ങൾക്കൊന്ന് പനിയോ ചുമയോ എന്തെങ്കിലും ഒരു കുഞ്ഞസുഖം വന്നാൽ പോലും നമ്മളുടെ ഉമ്മമാരുടെ മൈൻഡ് എന്തായിരിക്കും?
ഭയങ്കര വിഷമമായിരിക്കും അല്ലേ മക്കൾക്ക്. ഒരു ചെറിയ അസുഖം വന്നാൽ പോലും നമ്മുടെ ഉമ്മയായിക്കോട്ടെ ഉപ്പയായിക്കോട്ടെ നമ്മളെ സ്നേഹിക്കുന്ന ആരും ആയിക്കോട്ടെ അവർക്ക് ഭയങ്കരമായിട്ട് സങ്കടമാവും, ഫീൽ ചെയ്യും. മക്കളുടെ എപ്പോഴും എന്താ പറയുക പരിചരിച്ചുകൊണ്ടിരിക്കും. മരുന്ന് കൊടുത്തിട്ടും ഡോക്ടറെ കാണിച്ചിട്ടും അവരെ കാര്യങ്ങളെല്ലാം നമ്മുടെ പാരൻസ് നമുക്ക് ചെയ്തു തരും അല്ലേ. അപ്പം അതുപോലെ ഈ കഥയിലും നമ്മുടെ തള്ളപ്പക്ഷി അതിൻ്റെ കുഞ്ഞിനെ എങ്ങനെയാണ് അവർ നോക്കുന്നത്, അവർക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ആ തള്ളപ്പക്ഷി എന്താണ് ചെയ്യുന്നത് എന്നൊക്കെ ഒരു കുഞ്ഞ് സംഭവമാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ഈ സ്റ്റോറിയിൽ പറയുന്നത്. അപ്പോൾ നമുക്കൊന്ന് കേട്ടാലോ. ഖദിമല്ലയിലു, രാത്രിയായി. വന്തശറല്ലലാം, സ്വാഭാവികമായിട്ടും രാത്രിയായാലും എന്തുണ്ടാവും? വന്തശറല്ലലാം, ആകെ ഇരുട്ടാവും അല്ലേ. ലലാം മീൻസ് ഇരുട്ട്. വമാസാലത്തിൽ മത്തറു എൻസിലു, മഴയാണെങ്കിലോ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുക. രാത്രിയാണ്, ആകെ ഇരുട്ടാണ്, നല്ല മഴയുണ്ട്. വഷ്തദ്ദൽ ബർദു, മഴ പെയ്തപ്പോഴോ വഷ്തദ്ദൽ ബർദു, നല്ല തണുപ്പുണ്ട്. ഇരുട്ട്, മഴ കൂടാതെ തണുപ്പ്. ആവത്തിൽ ഉമ്മു, അപ്പോൾ നമ്മുടെ തള്ളപ്പക്ഷി എന്ത് ചെയ്തു? ഉമ്മ എന്ത് ചെയ്തു? ആവത്സ്, കൂട്ടിപ്പിടിച്ചു. അഫ്രഹ, തൻ്റെ കുഞ്ഞുങ്ങളെ. തഹത്തൽ ജിനാഹി, നമ്മുടെ പക്ഷിയുടെ ചിറകിനടിയിൽ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, നമ്മുടെ വീട്ടിലൊക്കെ കോഴി ഉണ്ടെങ്കിലേ, കോഴി അല്ലെങ്കിൽ താറാവോ, കോഴിയാണെന്ന് മിസ്സ് കണ്ടിട്ടുള്ള കോഴീനെയാട്ടാ. നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഈ പൂച്ചേനൊക്കെ കണ്ടു കഴിഞ്ഞാണ്ടല്ലോ, വരുന്ന കണ്ടു കഴിഞ്ഞാൽ അപ്പം കാണാം അതിന് 2 ചിറക് അങ്ങോട്ട് പൊക്കിയിട്ട് ആ ചിറകിൻ്റെ ഉള്ളിൽ തൻ്റെ കുഞ്ഞുങ്ങളിങ്ങനെ സംരക്ഷിച്ചു വയ്ക്കും. മിസ്സ് കണ്ടിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ട്? അങ്ങനെ ഒന്ന് നോക്കി നോക്ക് കേട്ടോ. ഈ തള്ളക്കോഴിയും അതുപോലെ കുഞ്ഞുങ്ങളും ഇങ്ങനെ നടന്ന് പോകുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പൂച്ചയോ അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും സൗണ്ട് കേട്ടാലും മതി, ഐറ്റങ്ങൾ എന്ത് ചെയ്യും? അല്ലെങ്കിൽ നമ്മൾ തന്നെ ബബ്ബ എന്നൊക്കെ പറഞ്ഞാൽ എന്തെങ്കിലും സൗണ്ട് ഉണ്ടാക്കിയാൽ തന്നെ ഈ തള്ളക്കോഴി എന്ത് ചെയ്യും? ചിലപ്പോൾ കുഞ്ഞുങ്ങളതിൻ്റെ ചിറകിൻ്റെ അടിയിൽ ഇങ്ങനെ ഒളിപ്പിച്ച് വയ്ക്കും. എന്തിനാണ്? തൻ്റെ കുഞ്ഞുങ്ങളെ ആക്രമിക്കാൻ വരുന്നതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ ഇവിടെ നമ്മുടെ തള്ളപ്പക്ഷി എന്താ ചെയ്ത്? നല്ല തണുപ്പുണ്ട്, നല്ല മഴയും പെയ്യാണ്, ഭയങ്കര ഇരുട്ടാണ്. അപ്പം നമ്മുടെ തള്ളപ്പക്ഷി എന്ത് ചെയ്തു? തൻ്റെ കുഞ്ഞുങ്ങളെ എന്ത് ചെയ്തു? ചിറകിനടിയിൽ ഇങ്ങനെ ഒളിപ്പിച്ചു വെച്ചു. അതായത് നമുക്ക് ഉമ്മയുടെ ചൂട് ലഭിക്കാൻ വേണ്ടി, തണുപ്പാണല്ലോ, അപ്പോൾ ചൂട് കിട്ടാൻ വേണ്ടി തൻ്റെ കുഞ്ഞുങ്ങളിങ്ങനെ ചേർത്തിങ്ങനെ പിടിച്ചു. ബാധ കലീലി, അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരിക്കത്തിൽ അഫ്രാഹു ഫിൻ നൗമി, നമ്മുടെ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്തു? എല്ലാവരും ഉറങ്ങി. നൗമ മീൻസ് ഉറക്കം. അങ്ങനെ എല്ലാവരും ഉറങ്ങിട്ടോ. തൊയറു മീൻബീറ്റ്സ്, അപ്പോൾ ഒരു പക്ഷി ദൂരെ നിന്നിങ്ങനെ അതിങ്ങനെ പാട്ട് പാടുന്നുണ്ട്. അപ്പോൾ ആ പാട്ടൊക്കെ കേട്ടിട്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്ത് തൻ്റെ ഉമ്മയുടെ ചിറകിനടിയിൽ ഇങ്ങനെ കിടന്ന് സംരക്ഷണം കിട്ടി, ചൂടൊക്കെ ഏറ്റ് ഇങ്ങനെ കിടന്ന് ഉറങ്ങി. മല മുന്തസഫുല്ലയിലി, അങ്ങനെ അർദ്ധരാത്രി, മുന്തസഫുല്ലയിലിട്ട് അർദ്ധരാത്രിയായി. ഫജ് അത്തെ, പെട്ടെന്ന് സമയത്തിൽ ഉമ്മു ബുക്കാൻ, ഉമ്മ എന്ത് ചെയ്തു? ഒരു കരച്ചിൽ കേൾക്കുന്നു. എല്ലാവരും നല്ല ഉറക്കമാണ്. അങ്ങനെ ഒരു അർദ്ധരാത്രി ആയപ്പോൾ ഒരു കരച്ചിലമ്മ അങ്ങനെ കേൾക്കുകയാണ്. ഫനലറത്ത് ഹൗലൽ ഹുമ്മി, അപ്പോൾ ഉമ്മ എന്ത് ചെയ്തു? കോഴിക്കൂടിൻ്റെ അവിടെ പോയിട്ട് ഇങ്ങനെ ചുറ്റും ഇങ്ങനെ നോക്കി, ആരാണ് കരയുന്നതെന്ന് ഉമ്മ ഇങ്ങനെ നോക്കി. ഫറഅത്ത് ഫറഹൻ, അപ്പോൾ ഒരു പക്ഷിക്കുഞ്ഞിനെ കണ്ടു, കോഴിക്കുഞ്ഞിനെ കണ്ടു. എബിക്കീ വഹീദൻ, ഒറ്റയ്ക്ക് ഇരുന്നുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് കരയാണ്. അസറാത്തിൽ ഉമ്മു ഇലൽ ഫറഹി, അപ്പോൾ ഉമ്മ എന്ത് ചെയ്തു? നമ്മുടെ പക്ഷിക്കുഞ്ഞിൻ്റെ കോഴിക്കുഞ്ഞിൻ്റെ അടുത്തേക്ക് ചെന്നു. വളമ്മത്തിലേഹ, എന്നിട്ട് എന്ത് ചെയ്തു? അതിനെ ചേർത്തിങ്ങനെ പിടിച്ചു. ചേർത്ത് പിടിച്ചപ്പോഴോ ഹർവൻ ഷദീദ്, ഉമ്മ പറഞ്ഞു, എന്തൊരു ചൂടാണ്. യാ റബ്ബി, എൻ്റെ പടച്ചോനെ, എൻ്റെ റബ്ബേ, മാതാ അസ്വാബ ഇബിനി, എൻ്റെ മകന് എന്തു പറ്റി, എൻ്റെ കുഞ്ഞിന് എന്തു പറ്റി എന്ന് ഉമ്മ പറഞ്ഞു. വഫി ഖൽബിഹ അൽ ഖൗഫു വൽ ഹുസ്നു,
വഫീ കൽബിഹ, ഉമ്മാക്കാകെ അൽ ഖൗഫു, പേടിയും തോന്നി, വൽ ഹുസ്നു, സങ്കടം തോന്നി. പേടി തോന്നാൻ എന്താ കാരണം? അർദ്ധരാത്രിയാണ്, എങ്ങനെ ഈ രാത്രിയിൽ എൻ്റെ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, ഒരു പേടി. രണ്ടാമത്തെ ദുഃഖം എന്താണ്? തൻ്റെ കുഞ്ഞിന് നല്ല പനിയാണ് അല്ലേ, അപ്പം നല്ല ചൂടുണ്ട്, നല്ല പനിയാണ്, ഞാൻ എന്ത് ചെയ്യും ഈ അർദ്ധരാത്രിയിൽ? അപ്പം നമ്മുടെ തള്ളക്കോഴി പറഞ്ഞു, കുഞ്ഞിക്കോഴി പറഞ്ഞു, താബാനുയ്യാ മാമ, ഉമ്മ എനിക്ക് തീരെ വയ്യുമ്മ. താബാ മീൻ ക്ഷീണിതൻ. ഐ എം ടയേർഡ്, ഞാൻ എന്താണ് വളരെ ക്ഷീണിതനാണ്, അതായത് വയ്യ, എനിക്ക് ഒട്ടും വയ്യുമ്മ, എനിക്ക് തീരെ വയ്യ, നമ്മൾ പറയില്ല എനിക്ക് വയ്യുമ്മ, അതുപോലെ നമ്മുടെ കുഞ്ഞിക്കോഴി പറഞ്ഞു. ലാ ബാസ തഹൂറ് ഇൻഷാ അല്ലാ. അപ്പോൾ നമ്മുടെ തള്ളക്കോഴി പറഞ്ഞു, മോനെ വിഷമിക്കേണ്ട, ഇൻഷാ അല്ലാ നേരം വെളുക്കട്ടെ അല്ലേ, ബുക്കറത്തന്നെ റോഹ് ഇല തൊബീബ്, നമുക്ക് നേരം വെളുത്തിട്ട് നേരെ നമുക്ക് എവിടേക്ക് പോവാം? ഇല തൊബീബ്, ഡോക്ടറുടെ അടുത്തേക്ക് പോകാം എന്നാര് പറഞ്ഞു? നമ്മുടെ തള്ളക്കോഴി പറഞ്ഞു. വമാ ജാലത്തിൽ ഉമ്മു തന്തളിറു തുലൂ അൽ ഫജിരി. അങ്ങനെ ഉമ്മയാണെങ്കിലോ നേരം വെളുക്കുന്നത് ഇങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മളെ ഉമ്മ ഈ ഡയലോഗ് പറയുന്നത്. എന്ത്? മാ അത്വല ഹാദല്ലേൽ, ഈ രാത്രിക്ക് എന്തൊരു നീളമാണ് അല്ലേ. നമ്മൾ പറയല്ലോ നേരം വെളുക്കണില്ല, തീരെ നേരം അല്ലെങ്കിൽ പെട്ടെന്ന് നേരം വെളുക്കും. ഇത് നേരം വെളുത്ത് കിട്ടിയാൽ മതി, ഒന്ന് ഡോക്ടറെ തൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോയാൽ മതി അല്ലേ. അപ്പോൾ നേരം വെളുക്കണില്ല എന്നും പറഞ്ഞ് ഉമ്മ ഇങ്ങനെ വിഷമിച്ച് ഇരിക്കണം. അതാണ് നമ്മുടെ ഈ ലെസൺ. ഇനി മക്കൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ലെസൺ നന്നായിട്ട് റീഡ് ചെയ്യണം, സ്റ്റോറി മനസ്സിലാക്കണം. ഇത് റീഡ് ചെയ്യുന്ന ഒരു ഓഡിയോ അല്ലെങ്കിൽ ഒരു വീഡിയോ മിസ്സിന് എന്ത് ചെയ്യണം? അയച്ചു തരണം. ഇങ്ങനെ പെപ്പ വെച്ചിട്ട് റീഡ്, നല്ല ഫ്ലോയിൽ വേണം ഇത് റീഡ് ചെയ്യാൻ. മിസ്സ് പറഞ്ഞിട്ട് അപ്പം തന്നെ വായിച്ച് നിങ്ങൾ അയക്കണം എന്നില്ല. നന്നായിട്ട് ഒരു 5 ടൈംസെങ്കിലും റീഡ് ചെയ്തിട്ട് നല്ല ഫ്ലോയിൽ വായിച്ചിട്ട് മിസ്സിന് എന്ത് ചെയ്യണം? ഒരു ഓഡിയോ അല്ലെങ്കിൽ വീഡിയോ മിസ്സിന് എന്ത് ചെയ്യുക? അയച്ചു തരിക കേട്ടോ. അപ്പം നിങ്ങൾ റീഡ് ചെയ്യുന്നുണ്ടോ എന്ന് മിസ്സിന് മനസ്സിലാക്കേണ്ട, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് ഗൂഗിൾ മീറ്റ് കൂടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഓരോരുത്തരെ കൊണ്ടൊക്കെ മിസ്സ് വായിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ലെസൺ റീഡ് ചെയ്യണം, അപ്പോൾ അർത്ഥം മനസ്സിലാക്കണം. കഥ മക്കൾക്ക് മനസ്സിലാവും എന്നാണ് മിസ്സ് വിചാരിക്കുന്നത്. അപ്പോൾ മിസ് ചോദിക്കും, കഥ ഞാൻ ഗൂഗിൾ മീറ്റിൽ വരുമ്പോൾ ഞാൻ കഥ പറഞ്ഞു തരാൻ പറയൂട്ടെ. എനിക്ക് ഓരോരുത്തർ വിളിച്ച് ഞാൻ ചോദിക്കും ഈ കഥ എന്താണെന്ന് ഞാൻ ചോദിക്കും. അപ്പോൾ കഥയെ മനസ്സിലാക്കി വെക്കണം. അപ്പോൾ മിസ്സ് പറയുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് കേട്ട് കഥയൊക്കെ മനസ്സിലാക്കുക, സ്റ്റോറി മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് മീറ്റ് ചെയ്യാം.